നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 സങ്കീർണങ്ങളായ പല വിഷയങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരു കാര്യങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സംതൃപ്തിയോടുകൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളോ കുടുംബപരമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ആശയങ്ങളോ ഒന്നും അവലംബിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു വ്യാപാര വിപണന വിതരണ മേഖലയിൽ ഏർപ്പെടുക, ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള കരാർ ജോലികളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഏറ്റെടുക്കാവൂ. അല്ലാത്ത പക്ഷം ഒന്നും പൂർത്തീകരിക്കാൻ സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്നുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാ കാര്യങ്ങളും ഭാവിയിലേക്ക് ഗുണകരമാണ് എന്ന് കണക്കുകളെ കൊണ്ടൊക്കെ ശരിയാകുമെങ്കിൽ പോലും പ്രാവർത്തികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും കാലത്തിനനുസരിച്ചും പ്രാദേശികമായിട്ടും ഫലപ്രദമായി തീരുകയോ എന്ന വിശദമായിട്ടുള്ള ചിന്തനകളും അന്വേഷണം നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ പല കാര്യങ്ങളിൽ നിന്നും അന്തിമമായിട്ട് തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ അന്തിമമായിട്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. പ്രാരംഭത്തിൽ ഇതൊരു നഷ്ടപ്പെടുമോ, ബുദ്ധിമുട്ടുകളുണ്ടാകുമോ എന്ന തോന്നലുണ്ടാകുമെങ്കിൽ പോലും പിന്നീട് ഈ ഒരു മേഖല തുടങ്ങിയാൽ പിന്നീട് വിശകലനം ചെയ്യുമ്പോഴാണ് 2024 ഒടുവിലൊക്കെയാണ് വിശകലനം ചെയ്യുമ്പോൾ ഈ ഒരു മേഖല തുടങ്ങിയാൽ വൻ നഷ്ടങ്ങളുണ്ടാവുമായിരുന്നു എന്ന് വരുമ്പോൾ ആശ്വാസം ഉണ്ടായിത്തീരുവാൻ ഇടയുള്ളത്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ പലപ്പോഴും യന്ത്ര തകരാറ് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു ഔചിത്യമുള്ള സമീപനം, ദീർഘവീക്ഷണത്തോടു കൂടിയതായുള്ള പദ്ധതികൾ, ഒരുപക്ഷെ സമാന ചിന്താഗതിയിലുള്ള സഹപ്രവർത്തകരൊന്നും സ്വീകരിക്കുകയില്ല എങ്കിൽ പോലും മേലധികാരികൾക്കും ഉടമസ്ഥർക്കും കൃത്യമായുള്ള രീതിയിൽ തൃപ്തികരമായുള്ള രീതിയിൽ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ ഒരു സ്ഥാനക്കയറ്റത്തിനും ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾക്കും യോഗം കാണുന്നുണ്ട്. സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചില വിദ്യാർത്ഥികളൊക്കെ തന്നെ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ചില സാംസ്കാരിക സംഘടനകളുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളെ കൊണ്ട് പണം സ്വരൂപിക്കുവാനും വിദേശത്ത് എത്തിച്ചേരുവാനും സാധ്യതയുണ്ട്. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലെ അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം സാഹചര്യങ്ങളുണ്ടായിത്തീരുവാൻ ഇടയുള്ളത്. തണുപ്പ് രാജ്യത്തിൽ താമസിക്കുന്ന പലർക്കും പല പ്രകാരത്തിലും അസുഖങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുന്നത് വഴിയും പ്രായത്തിൻ്റെ ആധിക്യം കാരണത്താലും സമശീതോഷ്ണ പ്രദേശങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാൻ സാധ്യതയുണ്ട്. വേറെ ചിലർക്ക് ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ധാരാളം യാത്രകൾ ചെയ്തേണ്ടതായുള്ള ജോലി വരിക, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ പിന്മാറി സ്വല്പം തസ്തികയ്ക്ക് മാറ്റമുണ്ടാകും, ശമ്പളം ആനുകൂല്യങ്ങൾ എന്നിവ കുറയും. എന്നിരുന്നാൽ പോലും സമാധാനത്തോടുകൂടി ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണൊരു അവസരത്തെ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഔചിത്യമുള്ള സമീപന ശൈലിയും മിതത്വമുള്ള സമീപനവും ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്കും പദ്ധതികൾ സമർപ്പിക്കുന്നവർക്കൊക്കെ തന്നെ ജൂൺ മാസത്തിന് ശേഷമായിരിക്കും നന്നാവുക. അല്ലാത്ത പക്ഷം ചിലതൊക്കെ തന്നെ പൂർണ്ണതയില്ലാത്തതായിരിക്കാം, ചിലത് പ്രായോഗികമായിട്ട് പ്രവർത്തന തലത്തിൽ എത്തിക്കാൻ സാധിക്കാത്തതായിരിക്കാം. സ്വന്തം ചിന്തകൾക്കൊക്കെ ശരിയാണ് എങ്കിൽ പോലും അത് സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ഗുണകരമാണോ എന്നുകൂടി ചിന്തിച്ചാൽ മാത്രമേ ലക്ഷ്യപ്രാപ്തി നേടുവാനിടയുള്ളൂ. ഇതുകൊണ്ട് പലപ്പോഴും ഇതിൻ്റെ വരും വരായികളെ സംബന്ധിച്ച് വിശകലനം ചെയ്ത് വിദഗ്ധമായുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളാണെങ്കിലും പദ്ധതി സമർപ്പണമാണെങ്കിലും
ആവാവൂ. കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായുള്ള ഉപരിപഠനം ഈ വർഷം പൂർത്തീകരിക്കാനും ജൂലൈ ഓഗസ്റ്റ് മാസത്തോടുകൂടി ഏറെക്കുറെ തൃപ്തികരമായുള്ളൊരു ഉദ്യോഗത്തിൽ പ്രവേശനം ലഭിക്കും. തസ്തികയൊക്കെ വളരെ നല്ലതാണെങ്കിൽ പോലും ശമ്പളത്തിൻ്റെ നേട്ടം സ്വല്പം കുറയുവാനാണ് യോഗമുള്ളത്. എന്നിരുന്നാൽ പോലും 6 മാസത്തിന് ശേഷം ഗുണകരമായുള്ള തസ്തിക വന്ന് ലഭിക്കും. അഥവാ മറ്റൊരു ഉന്നത സ്ഥാപനത്തിലേക്ക് ഇത് നാന്തി കുറിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ജോലി സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി നേർന്ന കടുപ്പുള്ള വഴിപാടുകൾ ചെയ്ത് തീർക്കുവാൻ യോഗം കാണുന്നുണ്ട്. പലപ്പോഴും ചിന്തകൾ പലതും വന്നു ചേരുന്നത് വഴി മാനസികമായുള്ള വിഭ്രാന്തി ഉണ്ടാകുമോ എന്ന പല തോന്നലുകളും ഉണ്ടാകും. മാനസിക രോഗവിദഗ്ധനെ കാണും. എന്നാൽ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും വേണ്ട. അനാവശ്യമായിട്ടുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി ഈശ്വര പ്രാർത്ഥനകൾ, സ്വല്പം ധ്യാനം, ആധ്യാത്മിക ചിന്തകൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവ ജീവിതത്തിൽ അനുവർത്തിക്കുകയും പല ആചാരാനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ അനുവർത്തിക്കുകയും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുക മാത്രമല്ല യോഗയും പ്രാണായാമമൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനൊരു അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകൾ കഴിഞ്ഞ വർഷം തന്നെ 2023 പകുതി മുതൽ തന്നെ മാന്ദ്യമുള്ളൊരവസ്ഥയാണ്. വിപുലീകരിച്ചാലോ പണം മുതൽ മുടക്കിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ഈ ഒരു പുതുവർഷം എന്നുള്ള നിലയിൽ ജനുവരി ഫെബ്രുവരി മാസത്തിൽ പല വിധത്തിലുള്ള അന്വേഷണങ്ങളും വിശകലനം ചെയ്യും. എന്നാൽ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അവധി ലഭിക്കാത്തത് വഴി മാർച്ച് മാസത്തിലെ പുണ്യതീർത്ഥയാത്രകളെല്ലാം മാറ്റിവെച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലോ ഡിസംബർ മാസത്തിലോ അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഏതെങ്കിലും സാഹചര്യങ്ങളെ കൊണ്ട് മാർച്ച് മാസത്തിൽ യാത്രകൾ, ദൂരയാത്രകളൊക്കെ വേണ്ടി വരുമെങ്കിൽ പോലും ഒറ്റയ്ക്കുള്ള യാത്ര, ഉറക്കമൊഴിച്ചിട്ടുള്ള യാത്ര, വാഹന ഉപയോഗം, അതിവേഗതയുള്ള യാത്രയൊക്കെ തന്നെ അപകടത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലമില്ലാത്ത പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറണം. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും യുക്തിയുക്തം അന്വേഷിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടാവൂ. അല്ലെങ്കിൽ അബദ്ധങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും തീർത്തും ഒഴിവാക്കണം. പലരും പല കാര്യങ്ങളും പറയുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി മാത്രമേ പ്രതികരിക്കാവൂ. അല്ലാത്ത പക്ഷം ദുഷ്കീർത്തി വന്നു ചേരുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും നാഡീവ്യവസ്ഥയിലുള്ള അപാകതകളെ കൊണ്ട് ചിലർക്ക് അടിയന്തരമായിട്ടുള്ള ശസ്ത്രക്രിയ വേണ്ടിവരും. മറ്റു ചിലർക്ക് വിദഗ്ധമായുള്ള ആയുർവേദ പ്രകൃതി ചികിത്സകളും യോഗയും പ്രാണായാമമൊക്കെ തന്നെ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാവുന്നൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഒരു പരിധിവരെ രോഗാവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കുന്നതുമാണ്. കടം കൊടുത്ത സംഖ്യയ്ക്ക് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗിക തലത്തിൽ ഉന്നതാധികാരി സ്ഥാനം ലഭിക്കുവാനുള്ള പരീക്ഷകളിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ പരാജയം സംഭവിക്കുവാനിടയുണ്ട്. വേറെ ചിലർക്ക് ഏറ്റെടുത്ത ദൗത്യം കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കാൻ സാധിക്കാത്തതുകൊണ്ട് പല ആനുകൂല്യങ്ങളും അംഗീകാരം നഷ്ടപ്പെടുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായുള്ള കാര്യങ്ങൾക്കെല്ലാം കാലതാമസവും ഇരട്ടി ചെലവും അനുഭവപ്പെടുവാനും മാനസികമായിട്ട് സ്വല്പം വിഭ്രാന്തി വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സാമ്പത്തികമായുള്ള നിലനിൽപ്പ് കുറവുള്ളത് കൊണ്ടും വേറെ ചിലർക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴിയും വേറെ ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖല ഈ ഗൃഹത്തിൽ നിന്നും മറ്റ് ജോലിക്ക് വേണ്ടി പോകുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ലഭിക്കാത്തത് വഴിയും
ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വെച്ചാലോ എന്ന തോന്നലുണ്ടാകും. തീർത്തും അവിചാരിതമായിട്ട് വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾ നടത്തുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും ദീർഘവീക്ഷണത്തോടുകൂടി ആയതുകൊണ്ട് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായുള്ള കാര്യങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചും എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമ, ആത്മസംയമനം, മിതത്വമുള്ള സമീപനം, ഇതിനെല്ലാം ഉപരി ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയതായുള്ള സമീപനവും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും പ്രത്യേകിച്ചും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.